എക്സസൈസ് അഡിക്ഷൻ. എക്സസൈസിനും അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതല്ല, എല്ലാത്തിനും അഡിക്ഷൻ ഉണ്ട്. എക്സസൈസിനും അഡിക്ഷൻ വരാം. അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തിനാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്, എന്തിനാണ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു റെജിമെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് ആദ്യമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഒരു ഓവറോൾ മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്ന് പറയുന്ന റെജിമെൻ നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊരു ഓവർ ഒബ്സഷൻ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ പോകുന്നു, 3 മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട്സ് വരുന്നു. നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ബോഡിയുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ഇതിൽ നമ്മളൊരു ഓവർ ഒബ്സഷൻ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ 100 ആലോചിക്കും ഇതിൽ ഏത് കഴിക്കണം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, നാളെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇത് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ റുട്ടീനാക്കി ചിന്തിക്കുക. പിന്നെ ഇന്ന് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തു, നാളെ കുറച്ച് ചെയ്താൽ മതി, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് അജണ്ട ഫോളോ ചെയ്തിട്ട് വേണം ഈ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ ചെയ്യാനായിട്ട്.